അപ്പോൾ ഇതാണ് നമ്മൾ ടയർ. അപ്പോളോ സംഭവം സെറ്റല്ലേ, പൊളിയല്ലേ? ഇത് പഴയ ടൈപ്പ് ബൈക്കാണെങ്കിൽ എൻ്റെ എളുപ്പമാനെ അല്ലേ, ഇത്രയും പാടുണ്ടായിരുന്ന ഈസി ആൾക്കാർ. ഇപ്പോഴാണ് വണ്ടിയായത്. ഇനി വേറെ ലെവലാണ്. നോക്കാം, വാ വണ്ടിയൊക്കെ റെഡിയായി. ഇനിയാണ് റൈഡ് ഉള്ളത്, ഇനിയാണ് കളിയുള്ളത് അല്ലേ. ഇടിയുടെ പൂരം. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡല്ല സോറി, നമ്മളിന്ന് പോകുന്നത് നമ്മളെ വണ്ടിയിൽ കംപ്ലൈൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ യമഹ FC-V3 ബ്ലാക്ക് ബൈസൺ. അപ്പോൾ ആ പുള്ളിക്ക് ടയർ പഞ്ചർ, അതായത് ടയർ പഞ്ചറായി ടയർ കീറി. ഇനി ആ ടയർ പുതിയത് മാറ്റിയിടണം. അതിൻ്റെ കൂടെ ചെയിൻ സ്പ്രോക്കറ്റ് 1780 അടുപ്പിച്ചായിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബ്രേക്ക് ലിവർ പൊട്ടിപ്പോയി വണ്ടിയിൽ, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. 232 ആയിട്ടുണ്ട്. എല്ലാം കൂടെ 2018 രൂപ ബില്ലായിട്ടുണ്ട്. പിന്നെ ടയർ മാറ്റണം. ടയറും കൂടെ എത്രയാവും? ടയറിനൊരു 1970 പറഞ്ഞായിരുന്നു. 2000 വെച്ചാവും. മൊത്തം 4000 സംതിങ് ബില്ലായിട്ടുണ്ട്. ബില്ലാകാൻ പോവുകയാണ് ടയർ മാറ്റുമ്പോൾ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, റൈഡൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് എൻ്റെ വൈഫിൻ്റെ വീടുണ്ടല്ലോ, അപ്പോൾ ആ വീടും സ്ഥലം വെക്കാൻ വെച്ചിട്ടാണ്. വീടിന് വാല്യൂ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലം 2 സെന്റ് വാല്യൂ ഉള്ള സ്ഥലമാണ്. 2 സെന്റ് സിറ്റിക്കകത്താണ്, കിള്ളിപ്പാല പുത്തൻകോട്ടല്ല വരുന്നത്. അപ്പോൾ 2 സെന്റ് കൂടെ അല്ലാതെ കുറച്ച് സ്ഥലമുണ്ട്. അതെന്റെ വൈഫിന്റെ ബന്ധുവിന്റെ വീടാണ്. അതായത് എന്റെ വൈഫിന്റെ വല്യച്ഛന്റെ വീടിന്റെ സ്ഥലങ്ങളാണ് അതൊക്കെ. മൊത്തം ഒരു 6 സെന്റ് സ്ഥലമുണ്ട്, എല്ലാം ചേർത്തിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ അതൊക്കെ ഒന്ന് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ഷെയർ കിട്ടും. അപ്പോൾ ആ ഷെയറിൽ എനിക്കൊരു വീട് വയ്ക്കണം ആഗ്രഹമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സിറ്റിക്കകത്താണ് വരുന്നത്. കിള്ളിപ്പാലം പുത്തൻകോട്ട തേരക നേഷൻ എന്ന് പറയും. അവിടെയാണ് വീടും സ്ഥലവും വരുന്നത്. 2 സെന്റ് സ്ഥലം ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അത് മാത്രം വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഇല്ലെങ്കിൽ മൊത്തമായിട്ട് 6 സെന്റ് സ്ഥലം വാങ്ങിക്കാം. 6 സെന്റ് വാങ്ങാൻ അടുത്തൊരു ബിൽഡിംഗ് ചേർന്ന് വരും, ഒരു 3 നില ബിൽഡിംഗ് കൂടെ. അപ്പോൾ എമൗണ്ട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. പിന്നെ അല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, പറഞ്ഞുതരാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, അതായത് ഇന്നത്തെ കാലത്ത് പൈസ ഉള്ള ആൾക്കാർ, ബന്ധുക്കളായാലും ശരി, 5 പൈസ ചിലവാക്കില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത സപ്പോർട്ട് ഉണ്ടല്ലോ, വേറെ ലെവൽ കേട്ടോ, സൂപ്പർ. സത്യം പറയല്ലോ, ഞാൻ പ്രതീക്ഷിച്ചത് യൂട്യൂബിൽ നിന്ന് വരുമാനം മാത്രം മതി ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ സൂപ്പർ താങ്ക്സ് വഴി കുറച്ച് പേയ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ സത്യം പറയല്ലോ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പൈസയുടെ ആവശ്യം ഒരുപാടുണ്ട്. എന്നാലും ഞാൻ അടുത്ത് പൈസക്ക് ചോദിക്കാറില്ല. മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കടമായിട്ട് ചോദിക്കും, പിന്നെ തിരിച്ച് പൈസ കൊടുക്കും. കുറേ പേര് വന്ന് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചായിരുന്നു, ഇതുപോലെ പൈസ സപ്പോർട്ട് ചെയ്യാൻ ബ്രോ, ഒന്ന് വിഷമിക്കേണ്ട, ബൈക്ക് ശരിയാക്കാൻ പൈസ തരാം, ബൈക്ക് തരാമെന്ന് വരെ പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത് പൈസ വാങ്ങി താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതിനപ്പുറം കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ കൈ കടക്കേണ്ട. അപ്പോൾ ഇതാണ് സെൽഫി മോഡൽ പിടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് കേട്ടല്ലോ. താങ്ക് യു. പിന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് 2 മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു മെസ്സേജ് അയച്ച ആൾ സജീവാണ്. പുള്ളി ഇതുപോലെ പൈസ തരാൻ തയ്യാറാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ ഞാൻ കൊടുത്തില്ല. കാരണം പറഞ്ഞില്ലേ, ഇതിനപ്പുറം വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ചെറിയ ടയർ മാറുന്ന വിഷയമല്ലേ. പിന്നെ മെയിൻ കാര്യം ബൈക്കില്ലാതെ ജോലി നടക്കില്ല. അപ്പൊ അത് കണ്ടാണ് എല്ലാവരും സത്യം പറഞ്ഞ് എനിക്ക് സഹായിക്കാൻ വന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ തന്നെ പറഞ്ഞായിരുന്നു, വേറെ ഒന്നുമില്ല. അതുപോലെ ബ്രോ ഒരുപാട് സന്തോഷമുണ്ട് ബ്രോയുടെ സപ്പോർട്ട് കാണുമ്പോൾ. എന്തായാലും ബ്രോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ചോദിക്കാം. ബ്രോ പൈസ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്നും വിചാരിക്കില്ല, പാടില്ല ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. കാരണം പുള്ളിക്ക് വിഷമം പാടില്ല. നമ്മൾ അവരങ്ങനെ കാണുമ്പോൾ നമ്മൾ തിരിച്ച് അതുപോലെ കാണണം അല്ലേ. പിന്നെ വേറൊരു പുള്ളി മെസ്സേജ് അയച്ചായിരുന്നു, പൈസ തരാൻ ബ്രോ എന്ന് പറഞ്ഞു. പുള്ളിയുടെ പേര് റെഡ്സോ റെഡ് ഡെവിൽ എന്ന പേര്. അപ്പൊ പുള്ളി പറഞ്ഞ് വേറെ ഒന്നുമില്ല, എന്റെ അച്ഛന്റെ പിറന്നാളാണ്, അതുകൊണ്ട് ഈ അച്ഛനെ പിറന്നാളായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ പൈസ നിങ്ങൾ പൈസയായിട്ട് നോക്കാൻ പാടില്ല, ഗിഫ്റ്റായിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ തോന്നിയില്ല. കാരണം ദൈവം ഏതെങ്കിലും വഴി കൊണ്ട് സഹായിക്കും അല്ലെ. ആ സഹായം നമ്മൾ സ്വീകരിക്കണം. നമ്മൾ എല്ലാ വഴി നമ്മൾ അടച്ചിട്ട് ദൈവത്തെ വിളിച്ച് കാര്യമില്ല. ദൈവം വരുന്നത് ചിലപ്പോൾ മനുഷ്യരൂപത്തിലായിരിക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ശരി കൂടുതൽ ആലോചിച്ചില്ല. അപ്പോൾ എന്തായാലും ആ പൈസ എന്തായാലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ശരി അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. പുള്ളി ഇങ്ങനെ പൈസ അയച്ചു തന്നായിരുന്നു. അങ്ങനെ അയച്ചിരുന്ന പൈസയ്ക്കാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ടയർ വാങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ചെയിൻ പോക്കറ്റ്, ബ്രേക്കിൽ പറക്കാം. അപ്പോൾ എന്തായാലും റെഡ്സോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. റെഡ്സോ മാത്രമല്ല നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയും സ്നേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു യൂട്യൂബല്ലേ, സോഷ്യൽ മീഡിയ അല്ലേ, ഇതുവഴിയൊക്കെ വരുന്ന ഫാൻസും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു രസം വിചാരിച്ച്. പക്ഷെ അതിനപ്പുറമുള്ള ബന്ധങ്ങളാണ് കേട്ടോ നിങ്ങളൊക്കെ. അത് പറഞ്ഞില്ലേ, ബന്ധുക്കൾ പോലും സഹായിക്കാൻ മടിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ കാലത്ത്. ഇത്ര പൈസ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ നിങ്ങളെ സഹായിച്ചില്ലേ, സൂപ്പർ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് റെഡ്സോയുടെ ഡാഡിക്ക് വേണ്ടിയിട്ട് വിഷയത്ത് പറഞ്ഞേക്കാം. ഹാപ്പി ബർത്ത്ഡേ റെഡ്സോ ഡാഡി അല്ലേ. പുള്ളിയുടെ പേര് രഞ്ജിത്ത് വർഗീസ് ആണ്. ഡാഡിയുടെ പേര് അല്ല, രഞ്ജിത്ത് വർഗീസ് അല്ല, രഞ്ജിത്ത് വർഗീസ് ആണ് റെഡ്സോയുടെ ഡാഡിയുടെ പേര്. അപ്പോൾ വിഷയത്ത് പറഞ്ഞേക്കാം. ഓക്കെ. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടി താഴ്പ്പുണ്ട്. അപ്പോൾ ഓക്കെ പോന്നാ. മണി ഇപ്പോൾ കറക്റ്റ് 5:20 ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉരുട്ടി പോകാം കേട്ടോ. ഫ്രണ്ട് പഞ്ചറല്ലേ, ട്യൂബ്ലെസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, പയ്യെ പോവാം.
അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം എന്താ പറ, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടയ്ക്ക് നിൽക്കണം, വാ വാ വാ. നല്ല വൈകുന്നേര സമയം, സൂപ്പർ അല്ലേ, ഇളം വെയിലിൽ തേങ്ങാക്കുലകൾ ആടുന്നു. ഇളം വെയിലിൽ എങ്ങനെയാ തേങ്ങാക്കുല ആടുന്നേ? അയ്യോ വണ്ടി എങ്ങോട്ടോ പോണത്, എന്തോന്നത്, ഇങ്ങോട്ട് അങ്ങോട്ട് സ്പീഡിൽ നടക്കാളെ. നമ്മളങ്ങനെ കരമന കൽപ്പാളത്തെത്തി. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, കാരണം ഓഫീസ് ടൈമല്ലേ 5:30. പതുക്കെ പോവാം, നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിലും, കാരണം നമ്മളെ വണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, പതുക്കെ അങ്ങനെ പാട്ടും പാടി പോവാം. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വീടില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, വലിയ സ്വത്തൊന്നുമില്ല, എന്നാൽ പോലും യൂട്യൂബിൽ നിന്ന് റീച്ച് കാണുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ തന്നെ അൾട്രാ ടയർ. ഇവിടെ ആരും ഇല്ലേ? ടയർ മാറണം, ഫ്രണ്ട് ടയർ FC V3. സംഭവം തിരക്കാണ്, കാറിൻ്റെ വർക്ക് നടക്കുകയാണ്. കാറ് കഴിഞ്ഞൊരു ബൈക്കുണ്ട്, ആ ബൈക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബൈക്ക്. ഒരു അരമണിക്കൂറാവൂല്ലേ? അല്ലേ അത് കൊള്ളാമേ, അതാണ് ആലോചിക്കണത്. അപ്പോൾ മതി, അപ്പോൾ ബഡ്ജറ്റ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ സീറ്റ് കമ്പയർ എങ്ങനെയാണ്? സീറ്റ് ഫ്രണ്ട് കുറച്ച് കംപ്ലൈന്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോളൊക്കെയാ ബാക്ക് കുഴപ്പമില്ല, സീറ്റ് കുറച്ച് അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത്ര പോരാ, അതാണ് അല്ലേ. അടുത്ത പ്രാവശ്യം ആവട്ടെ, ചാനൽ റീച്ച് ആവട്ടെ. ഇപ്പോൾ റീച്ച് ആയി പറഞ്ഞേ ഉള്ളൂ. കാണാറുണ്ടോ ചാനലൊക്കെ? അന്നൊരു വീഡിയോ ഉണ്ടായിരുന്ന അന്നത്തെ വീഡിയോ കണ്ടില്ല. എനിക്ക് എങ്ങനെ പറഞ്ഞു തന്നെ ചാനൽ KLT വ്ളോഗ് ടൈപ്പ് ചെയ്താൽ ജസ്റ്റ് KLT നിങ്ങളെ വീഡിയോ വന്നിട്ടില്ല. ഇപ്പോൾ റീച്ച് ഉണ്ടല്ലോ ചാനൽ, ആദ്യം റീച്ച് കുറവായിരുന്നു. സേവ് ചെയ്യുന്നത് എങ്ങനെ? സബ്സ്ക്രൈബ് യൂട്യൂബ് എടുത്തിട്ട് അതിനകത്ത് കുറേ ചാനൽ കാണും. നിങ്ങൾ കാണുന്ന ചാനലൊക്കെ ഏതൊക്കെയാണ് കാണിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ KLT എന്ന് നോക്കിയാൽ മതി. ഓക്കെ, പുതിയ ടയർ ഇട്ടിട്ടുണ്ട്, അപ്പോളോ ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ നല്ല ബ്രാൻഡ് കൂടിയത് മെഷീനല്ലേ അതാ, രണ്ട് ബാക്കിലും ഫ്രണ്ടിലായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്, ടയറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ബില്ല് ചെയ്യാം. 1800 ചേട്ടാ, ഗൂഗിൾ പേ ആണേ. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഇനി വരാം ഇടയ്ക്കിടയ്ക്കല്ലേ, ടയർ മാറാൻ പോരാ. ഓക്കെ ശരിടാ. അങ്ങനെ വണ്ടി റെഡി ആയിരിപ്പുണ്ട്. ഇനി വേറെ വിഷയങ്ങളൊന്നുമില്ല, അടിച്ച് പറന്ന് പോകാം അല്ലേ. കമോൺ ഗായ്സ്, ഇനിയാണ് റൈഡുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ടയർ. അപ്പോളോ നല്ല കമ്പനി തന്നെ, ഏറ്റവും നല്ല കമ്പനി മെഷലിൻ എന്നാണ് പറഞ്ഞത്. തൽക്കാലത്തേക്ക് ഇത് ഇരിക്കട്ടെ. ഓക്കെ, സംഭവം സെറ്റല്ലേ, പൊളിയല്ലേ. പോന്നാ നമ്മൾ നേരെ എങ്ങോട്ട് പോകാത്തത്? വർക്ക്ഷോപ്പിൽ പോകണമെന്നുണ്ട്. ടൈം കഴിഞ്ഞിട്ടുണ്ട്, 6 മണി കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിൽ അടച്ച് കാണും. നമുക്ക് എന്തായാലും പോയി നോക്കാം. എവിടെയെങ്കിലും ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ പോകാം, നാളെ കാണിക്കാം. ഓക്കെ. സൂപ്പർ സീനറി അല്ലേ, ഹാർഡി പൊളിയായിരിക്കും. ഇവിടെ നിന്ന് കാണാം, റോഡ് കണ്ടാ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് മുകളിലോട്ട്. വെറുതെ ലുക്ക് അല്ലേ. വൈകുന്നേരം സമയത്ത് ട്രിപ്പ് പോകണത് വേറെ സുഖമാണല്ലേ. വൈകുന്നേരം അത് കഴിഞ്ഞ് രാത്രിയാവും. പിന്നെ അങ്ങനെ റോഡ് ഹൈവേ ഒക്കെ പോയി വെളുക്ക് വണ്ടി ഓടിക്കണം അല്ലേ, പൊയ്ക്കോണ്ടിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. ഇതൊക്കെ നടക്കണം അല്ലേ, നടത്തിക്കണം. അപ്പോൾ നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലെത്തി. ഒരു വർക്ക്ഷോപ്പിൽ വേക്കൻസി ഉണ്ടായിരുന്നു, ഇവിടെ ഒത്തിരി ആൾ കുറവാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കാതെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കയറ്റി വണ്ടി റെഡിയാക്കി എടുക്കാം. ഓക്കെ. അങ്ങനെ കറക്റ്റ് ഒരു 1.5 വർഷത്തിന് ശേഷം ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ പോകണം. എന്തായാലും ജോലി ചെയ്യുന്നല്ലോ, ഇനി സുഖമായിട്ട് നമുക്ക് ജോലിക്ക് പോകാം. ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ടയറെല്ലാം മാറ്റി കഴിഞ്ഞ് ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ പോവുകയാണ്. ഇനിയുള്ളത് ഓയിൽ മാത്രം മാറ്റണം. അപ്പോൾ നമ്മൾ വീടെത്തി കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ല. ഇന്നലെ കൊണ്ട് കാണിച്ചപ്പോൾ, അതായത് നമ്മൾ ലാസ്റ്റ് വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ആ പുള്ളി വന്നിട്ട് വണ്ടിയുടെ ടയറൊക്കെ ഇളക്കി എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആ വർക്ക്ഷോപ്പിന്റെ ഓണർ വന്ന സമയത്ത് പുള്ളി പറഞ്ഞത്, അതായത് ഈ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ കുറച്ച് പാടാണ്, അതായത് ഈ ലോക്ക് ടൈപ്പ് ആണെന്ന് പറഞ്ഞു. ലോക്ക് ടൈപ്പ് അല്ലെന്നാണ് ആണെന്തോ പറഞ്ഞു. ലോക്ക് ടൈപ്പ് അല്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫുൾ സെറ്റ് ഇളക്കണം. അതായത് ടയർ, മറ്റേ ബാക്കിലുള്ളത് എല്ലാം, ആ സീറ്റ് കവർ, ഇതൊക്കെ എല്ലാം ഇളക്കി എടുത്തിട്ട്, അതായത് വലിയൊരു പണിയാണത്. ഒരു 4 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല, നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മണി ഇപ്പം 15:30. ഡേറ്റ് എന്ന് പറഞ്ഞത് 17/1/2024. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഓക്കെ, നമുക്ക് പോകാം. നമ്മളെന്താ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകേണ്ടത് വർക്ക്ഷോപ്പിലാണ്. ഏത് വർക്ക്ഷോപ്പിൽ പോകാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇത് പെട്ടെന്ന് ആരും പണി ചെയ്യില്ല, കാരണം അത്ര വലിയ പണിയാണ്. അപ്പോൾ ആൾറെഡി കുറേ വർക്ക് അവർ കാണും എന്തായാലും. അപ്പോൾ അതിനിടയ്ക്ക് ഈ വണ്ടി പണി ചെയ്യില്ല, കാരണം വലിയ പണി ആയതുകൊണ്ടേ. അപ്പോൾ എന്തായാലും ഒരു വച്ചിട്ട് പോകാൻ പറയും വണ്ടി.
അല്ലെങ്കിൽ നാളെ വരാൻ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ വർക്ക്ഷോപ്പിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ പോയി മീറ്റ് ചെയ്യാം. 3 ദിവസം ജോലിക്ക് പോയിട്ട്. ഇപ്പോൾ ബൈക്ക് എന്ന് പറയുന്ന സാധനം ഒരുപാട് പ്രാധാന്യമാണ് ലൈഫിൽ. കാരണം ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയില്ല അല്ലേ. ഇത് കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് നല്ല സമ്പാദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ പറ്റുമോ? FC B3 ഇത് പുതിയ ടൈപ്പ് സാധനമാണ്. ഇത് ഇളക്കണമെങ്കിൽ ഫുള്ളും ഇളക്കിയെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മളെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ സെറ്റ് ഇളക്കണം. ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യം ഇളക്കിയാൽ മാത്രമേ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഭയങ്കര വലിയ പണിയാണ്. സാധാരണ ചെയിൻ മറ്റുള്ള ബൈക്കിൽ പണിയും പോലെയല്ല. 4 മണിക്കൂർ പണിയെന്നൊക്കെയാണ് പറയണത്. നല്ല വെയിലുണ്ട് ഇവിടെ ആണെങ്കിൽ. ഇവിടെ അത്ര തണലൊന്നുമില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് ജോലിയാണ്. അപ്പോൾ ഒരു സംഭവം ഇളക്കിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കണം. ഇനി അടുത്തത് എന്തൊക്കെയാണ്? അവിടെ സ്പ്രോക്കറ്റിൻ്റെ ആ സൈഡുള്ള സംഭവം. ഉള്ള മരമെല്ലാം വെട്ടി തണലും പോയി. പിന്നെ മരം വെട്ടാൻ മെയിൻ കാരണം ഈ മഴ സമയത്തൊക്കെ പണി കിട്ടൂലേ. ഇത് തന്നെ നല്ല വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അല്ലേ, നല്ല വെയിലേ. ഇത് പഴയ ടൈപ്പ് ബൈക്കാണെങ്കിൽ ഇത് എളുപ്പമാനെ അല്ലേ. ഇത്രയും പാടുണ്ടായിരുന്ന ഈസി ഇളക്കായിരുന്നു. ഇതാണ് പുതിയ ടൈപ്പ് ബൈക്ക് ഇറങ്ങാൻ നേരത്തെ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുമ്പോൾ പണിയും വലുതായിരിക്കും. ഇവിടെ ആൾറെഡി ഒരു വണ്ടി പണി നടന്നുകൊണ്ടൊക്കെയാണ്. ഇതേത് വണ്ടി? പാഷൻ പ്രോ അല്ലേ. പാഷൻ പ്രോ. അങ്ങനെ ചെയിൻ ഇളക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു മെയിൻ കാര്യം ഇതിനകത്ത്. ഇത്രയും സാധനം ഇളക്കിയാൽ മാത്രമേ ചെയിൻ വരുള്ളൂ കയ്യിൽ. അപ്പോൾ എടുത്ത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ പണി. അടിപൊളി സെറ്റ് അല്ലേ. ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇനി വീലിൽ ആ വലിയ സ്പ്രോക്കറ്റ് ഫിറ്റ് ചെയ്യണം. ആ ജോലിയുണ്ട്. അപ്പോൾ ബുഷൊക്കെ സംഭവം ഇളകിപ്പോയി. കുഴപ്പമൊന്നുമില്ല, തേമാനമില്ല, ഇളകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ പുതിയ സ്പ്രോക്കറ്റ് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ സ്പ്രോക്കറ്റ് വീൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീല് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. അത്ര തന്നെ. ആ ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നല്ല വെയിലായിട്ട് ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, നമ്മൾ സൊമാറ്റോ വർക്ക് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് നമുക്ക് ഈ വെയിലൊന്നും വിഷയമില്ല. നമ്മൾ ഇതിനപ്പുറം വെയിലുള്ളൂ അല്ലേ. പിന്നെ ഈ പുള്ളി ഇവിടെ ദിവസം വർക്ക് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് പുള്ളിക്ക് വെയിൽ വിഷയമില്ല എന്നാണ് പുള്ളി പറയുന്നത് അല്ലേട്ടാ. ഓക്കെ, ചെയിൻ എടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 1 മണിക്കൂറല്ലേ? എത്രയാണ് തീർന്നല്ലേ? അരമണിക്കൂർ ആയില്ല. ആ വെച്ചത്. മറ്റേ പുള്ളി ഒരു 4 മണിക്കൂർ ആവുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സത്യം പേടിച്ചു. സത്യം പറഞ്ഞാൽ ചെയ്യുന്ന പണിക്കാർ നല്ല സ്മാർട്ടാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പണി തീർക്കാൻ പറ്റുക. നമുക്കിനി കുറച്ച് നേരം ഫാൻ്റെ മുട്ടി ബന്ധിക്കാം. എന്തൊരു സുഖം. ബജാജ് ഫാൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് പ്രൊമോഷനാണ്, പൈസ തരണം കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ചെയിൻ സ്പ്രോക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഓക്കെയാണ്. ഇനി ഓടിച്ച് നോക്കണം. ബ്രേക്ക് ലിവറും കൂടെ ഫിക്സ് ചെയ്യാനുണ്ട്. അത് കൂടെ കഴിഞ്ഞാൽ വണ്ടി എല്ലാ പണിയും കഴിഞ്ഞ ഏകദേശം. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓടിച്ച് നോക്കാം. FC റെഡിയാ വരവ. കൊള്ളാം, സൂപ്പർ, അടിപൊളി. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. സൂപ്പർ കേട്ടോ, അടിപൊളി. ഇപ്പോൾ നല്ലൊരു പവർ തോന്നി കേട്ടോ. നേരത്തെ പവർ കുറയും പോലെ ഫീലായിരുന്നു. ഇപ്പോൾ നല്ല ഒരു പിടിത്തമുണ്ട് വണ്ടിക്ക്. അതായത് ഒന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, കറക്റ്റ് പിടിത്തം, സ്മൂത്തുണ്ട്, ഒരു പവർ ഫീൽ ചെയ്യണം നല്ല പോലെ. കൊള്ളാം, അടിപൊളി, സൂപ്പർ. സന്തോഷമായി സത്യം പറയാമല്ലോ. ഇപ്പോഴാണ് വണ്ടിയായത് അല്ലേ. വേറെ ലെവൽ. ഇനി വേറെ ലെവലാണ്. നോക്കാം, വാ വണ്ടിയൊക്കെ റെഡിയായി. ഇനിയാണ് റൈഡ് ഉള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് വണ്ടി നല്ലപോലെ കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് ഓട്ടിയ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇനിയാണ് കളിയുള്ളത് അല്ലേ. ഇടിയുടെ പൂരം. ഇനി കണ്ടോ കളിയുടെ അടിയുടെ ഇടിയുടെ വെടി പൂരം. ഇറങ്ങിയാ? ശരി. എല്ലാം കഴിഞ്ഞു. വേറെ വിഷയമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞല്ലോ. ഓക്കെ ശരി കേട്ടോ. എത്ര 150. ഓക്കെ ശരി. അപ്പോൾ ഓക്കെ എന്നാ പോട്ടാ. ഓക്കെ, അപ്പം എല്ലാം കഴിഞ്ഞ് പൈസ എല്ലാം കൊടുത്ത് 350 ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ന്യായമായ റേറ്റാണ്. സന്തോഷമായിട്ടാണ് സത്യം പറയില്ല. ഇത്ര ദിവസം കൊണ്ട് ഒരുമാതിരി മൂടായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് റെഡിയാക്കാൻ വേണ്ടി ഫണ്ട് തന്ന റെഡ്സോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. റെഡ്സോ മാത്രമല്ല, ഞാൻ റെഡ്സോയെ പോലെ കുറേ പേര് ഫണ്ട് തന്നായിരുന്നു. സൂപ്പർ താങ്ക്സ് വഴിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നാളെ ഭാവിയിൽ എൻ്റെ ചാനൽ റീച്ചായി നല്ലപോലെ പൈസയൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ആർക്കെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സഹായിക്കണം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അത് നമ്മളെ കടമയാണ്. കാരണം ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സഹായിക്കാൻ കുറേ വന്നായിരുന്നു. നാളെ ഇതേപോലെ മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്തേ പറ്റൂ. അത് ചെയ്യണം. അതാണ് അതിന് ന്യായം അല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ മെസ്സേജ്. ഓക്കെ നക്ഷത്ര ജനലിൽ വാനമെട്ടിപ്പറപ്പത് സിറകൈ മുളയ്ക്കുന്ന. ആ പാട്ടൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ആ പാട്ട് ഇതേപോലെയാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച്
വലിയ പണക്കാരെന്നാ വേണ്ട, കാര്യം കഴിഞ്ഞ് പോയാൽ മതി അത്ര തന്നെ. ഓക്കെ, അങ്ങനെ ബ്ലാക്ക് ബോയ്സിന് എത്തിയിട്ടുണ്ട്. ഹാപ്പി ആണല്ലോ. പിന്നെ ഒരു കാര്യം ബാക്കിയുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഒതുങ്ങി വാ. ഒരാൾക്ക് താങ്ക്സ് പറയാനുണ്ട്. ഇയാളാണ്. ഇയാൾക്ക് പേര് വെച്ചില്ലല്ലേ? എന്ത് പേര് വയ്ക്കാൻ? ക്രക്സ് അല്ലേ? ആ പേര് പിന്നെ വയ്ക്കാം. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്, താങ്ക് യു. അപ്പോൾ നമ്മളെ FC ബൈക്ക് കംപ്ലൈൻ്റ് ആയ സമയത്ത് നീയാണ് നമ്മളെ സഹായിച്ചത്. ഒരു 3-4 ദിവസത്തേക്ക് വർക്ക് ചെയ്ത് ശമ്പളം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം താങ്ക് യു കേട്ടോ. അപ്പോൾ ഈ ബൈക്ക്, കാർ, ഇതുപോലത്തെ വസ്തുക്കളെടുത്ത്, അതായത് ഇതുപോലത്തെ സാധനങ്ങൾക്ക് ജീവം അല്ലെങ്കിൽ പോലും ഇതിനടുത്തൊക്കെ ഒരു എമോഷണൽ ഫീലുണ്ട് നമുക്ക്. എനിക്ക് മാത്രമല്ല, വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ ഫീലുണ്ട്. അപ്പോൾ വണ്ടിയെ സ്നേഹിച്ചാൽ വണ്ടി ചതിക്കില്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ബോഞ്ചി വെള്ളം, നാരങ്ങ ഒഴിച്ച്, വെള്ളം ഒഴിച്ച്, പഞ്ചസാര ഇട്ടു. ഐസിട്ടാ? ലാസ്റ്റ് ഐസിടും. പഞ്ചസാര 1 സ്പൂൺ, 2 സ്പൂൺ മതിയാ? ടിക്കറ്റ്. ഓക്കെ, കലക്കി പഞ്ചാര അലിയും വരെ കലക്കിക്കൊണ്ടിരിക്കണം. ഇനി ശകലം ഉപ്പും കൂടി കേട്ടോ. കലക്കി എന്ത് കലക്കണം? അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. ഇന്നുമാര് കലക്കണ്ടല്ലേ? 1 2 3. ഓക്കെ, കുടിക്കാം. കുടിക്കാം. നല്ല വെള്ളം ദാഹമുണ്ട്. ഇതുപോലെ വെയിൽ സമയത്ത് നാരങ്ങ വെള്ളമാണ് ബെസ്റ്റ് അല്ലേ? ആഹാ, പൊളിയല്ല, സൂപ്പർ. കറക്റ്റ് മധുരം, കുറച്ച് ഉപ്പുണ്ട്, തണുപ്പും കറക്റ്റ്, പുളിപ്പും കറക്റ്റ്, എല്ലാം കറക്റ്റായിരുന്നു. അപ്പം അത്ര തന്നെ എന്തിയാ വേറൊന്നും പറയാമല്ലോ. അത്ര. അപ്പോൾ നിങ്ങൾ ചേർന്ന് പറ, എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം.